നമ്മൾ നിരന്തര യാത്ര ചെയ്യുന്നവരാണ്. ഇടുങ്ങിയ വഴികളേക്കാൾ വിശാലമായ വഴികളിലൂടെ തടസ്സങ്ങളില്ലാതെ വേഗത്തിൽ യാത്ര ചെയ്യുവാനാണ് നമുക്കിഷ്ടം. എന്നാൽ നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ലക്ഷ്യത്തെക്കുറിച്ചും അതിലേക്കുള്ള ഞെരുക്കമുള്ള ഒരേ ഒരു വഴിയെക്കുറിച്ചും യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള വഴിയും വാതിലുമാണ് ഇപ്രകാരമുള്ളത്. മനുഷ്യൻ ആ വഴി ഒഴിവാക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കുന്ന വിശാലമായ വഴികൾ ആത്യന്തികമായി അവനെ നാശത്തിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് കർത്താവ് ഒരു മുന്നറിയിപ്പ് ഇപ്രകാരം നൽകുന്നു. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പി, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. അതിലൂടെ കടക്കുന്നവർ അനേകരാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ദൈവവചനത്തിന് മുമ്പാകെ വിനയപ്പെട്ട് ഹൃദയപൂർവ്വം അത് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പൂർണ്ണമായും അനുരൂപപ്പെടുന്നതിന് തയ്യാറുള്ളവർ മാത്രമേ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കടക്കുകയുള്ളൂ. എന്നാൽ തങ്ങളുടെ ഹൃദയത്തെ ദൈവികത പ്രകാരമുള്ള ശുദ്ധീകരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവർക്ക് ഈ ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുന്നതിന് കഴിയില്ല. ക്രിസ്തീയ സംഘടനകൾ പലതും ഈ വാതിലും വഴിയും വലുതാക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. മനുഷ്യനെ ദൈവവചന പ്രകാരം ക്രിസ്തുവിനോട് അനുരൂപരാക്കി ഈ ഏകവാതിലിലൂടെ കടക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ചില ബൈപ്പാസുകൾ കണ്ടെത്തുന്നതിന് ശ്രമിക്കുന്നു. ഒരിക്കലും അത് സാധ്യമല്ല എന്നറിഞ്ഞിട്ടും ദൈവത്തോട് സംഘടിതമായി മത്സരിക്കുന്നു. ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കാൻ പ്രയാസമാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പകരം ചില വഴികൾ അവർ കാട്ടിക്കൊടുക്കുന്നു. പാരമ്പര്യ മതം അതിനെ മധ്യസ്ഥന്മാരുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. കൂടാതെ മരണാനന്തര ശുശ്രൂഷകളും ശ്രാദ്ധ പ്രാർത്ഥനകളും ആത്മാവിനെ ഇടുക്കുവാതിലിന് അപ്പുറം എത്തിക്കുമെന്ന് ജനത്തെ വിശ്വസിപ്പിക്കുന്നു. ദൈവവചന പ്രകാരം ജനം ഒരുക്കപ്പെടുന്നതിന് അനുവദിക്കാതെ ഇപ്രകാരം ജനത്തെ മരണം വരെ വഞ്ചിക്കുന്നു. മറ്റൊരു സമൂഹം കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ ബോധിച്ച വഴികളിലൂടെ ജീവിക്കുന്നതിന് അനുവദിക്കുന്നു. കൃപയുടെ വാതിൽ തങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അടയില്ല എന്നവർ കരുതുന്നു. കരുണയുള്ള ദൈവം വാതിൽ അവർക്കായി വലുതാക്കുമെന്ന് വ്യാമോഹിക്കുന്നു. ഒരിക്കൽ രക്ഷാവാചകം ചൊല്ലി സ്നാനപ്പെട്ട് സഭയിൽ മുടങ്ങാതെ പോകുന്നതുകൊണ്ട് സ്വർഗത്തിൽ കയറിക്കൂടി ഇനി ദൈവം വിചാരിച്ചാലും പുറത്താകുകയില്ലെന്നൊക്കെ ധരിച്ചിരിക്കുന്നവരും കുറവല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും കൃപയും കരുണയും എല്ലാം കാൽവരിയിൽ ദൈവം ക്രിസ്തുവിലൂടെ വ്യക്തമായി ഇന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ രക്ഷയെ വിശ്വാസപൂർവ്വം സമീപിച്ച് ഏറ്റെടുക്കുന്നവർ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു എന്നത് ഒരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ തുടർന്നുള്ള ജീവിതത്തിൽ നിരന്തരമായ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. മരണശേഷം കൃപയില്ല, ന്യായവിധി മാത്രമേ ഉള്ളൂ. വചനം കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. കർത്താവ് ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിന് അവൻ മനുഷ്യരല്ല സാധ്യമായ ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു പ്രവൃത്തിയാലും അല്ല നാം രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കൃപയാൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതലിനെ തുടർന്നുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിരന്തരം ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും. ആ വഴി ചിലപ്പോൾ ഞെരുക്കമുള്ളതായിരിക്കും. എങ്കിലും സന്തോഷത്തോടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ആ വഴി തന്നെ യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്നവരെ ദൈവം തന്നെ ആ യാത്രയുടെ അന്ത്യത്തിൽ ഇടുക്കുവാതിലിലൂടെ അകത്തു കടത്തും.